അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പല പ്രകാരത്തിലും ഏതൊരു കാര്യവും ഏറ്റെടുക്കുമെങ്കിലും നിഷ്പ്രയാസം സാധിക്കുമെന്ന് മാനസികമായിട്ട് തോന്നുമെങ്കിലും കാര്യങ്ങളൊന്നും വേണ്ട വിധത്തിൽ എത്തിച്ചേരുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. അഥവാ ഏറ്റെടുത്ത ദൗത്യം തന്നെ അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി മാത്രമേ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും ഒരു പക്ഷേ നിസ്സാര അസുഖങ്ങളെ കൊണ്ട് വിദഗ്ധമായിട്ടുള്ള പരിശോധന വേണ്ടി വരുവാനും സാധ്യതയുണ്ട്. അന്തിമമായി യാതൊരു അസുഖവുമില്ല എന്നുള്ള വിവരണം ലഭിക്കുകയും ചെയ്യും. കുടുംബാംഗങ്ങളോടൊപ്പം ഒരു പക്ഷേ ഈ ആഴ്ചയിലൊടുവിലായിട്ട് ബന്ധുഗൃഹത്തിലേക്ക് യാത്ര പുറപ്പെടുവാൻ അവസരം വന്നു ചേരും. തൊഴിൽ മേഖലകളിൽ പുരോഗതിക്ക് ഉണ്ടെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുവാനാണ് സാധ്യത കാണുന്നത്. ഔദ്യോഗികമായി ഒരു പക്ഷേ ചർച്ചകൾ ചെയ്യുമെങ്കിലും ഒന്നിലൊരു പൂർത്തീകരണം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളിലും പ്രതീക്ഷിച്ച നേട്ടം കുറയും. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങളൊക്കെ എല്ലാം വ്യതിചലനം വന്നു ചേരുന്നത് വഴി മാനസികമായി സമ്മർദ്ദം ഉണ്ടാകുവാനിടയുണ്ട്. ബാഹ്യപ്രേരണകളെ അതിജീവിക്കുവാനായിട്ട് ആത്മനിയന്ത്രണം നിർബന്ധമായും വേണ്ടതാണ്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കുവാനും ഈശ്വര പ്രാർത്ഥനകളെ കൊണ്ട് ഒരു പരിധിവരെ അബദ്ധങ്ങളെ അതിജീവിക്കുവാനും അവസരം ഉണ്ടാകും. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്.